ഇന്നൊരു ഫുൾ ഡേ ഞാൻ എന്നെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഡക്ക് ടേപ്പ് വെച്ച് ഒട്ടിക്കാൻ പോവാണ്. ആൻഡ് ഓരോ മണിക്കൂറും ഇതിലേക്ക് ഓരോരോ ആളുകൾ ജോയിൻ ചെയ്യും. ഞാൻ പറയട്ടെ, സ്റ്റോപ്പ്. ആൻഡ് ഫണ്ണി പാട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കണം, ഈവൻ ബാത്റൂമിൽ വരെ പോണം, ഫൈനലി ജിമ്മിലെ വർക്കൗട്ട് വരെ ചെയ്യണം. വൺസ് ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ there is no escape. ആൻഡ് ഇതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ വഴിയാ പറയാം. ആദ്യം എന്റെ കൂടെ ആര് വരുമെന്ന് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. എന്റെ കയ്യിൽ മീഡിയം ഉണ്ട്, സ്മോൾ ഉണ്ട്, എക്സൽ ഉണ്ട്, ഡബിൾ എക്സൽ ഉണ്ട്. അപ്പൊ നമ്മൾ സൈസ് വെച്ചിട്ടാണ് നമ്മൾ ഡക്ക് ടേപ്പ് കിട്ടുന്നത്. അപ്പൊ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യുന്നത്? ആരും വാ. മീഡിയം അങ്ങനെ ആദ്യത്തെ മണിക്കൂർ ഞാനും പിന്നെ ഗ്രൂപ്പിലെ ഏറ്റവും ലൗഡസ്റ്റ് ആയ ഫ്രണ്ട് ഒരുമിച്ചായി. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു മരപ്പാഴന്റെ ആദ്യം. നമ്മൾ ഇങ്ങനെയാണോ കിട്ടുന്നത്? ഇങ്ങനെയാണോ കിട്ടുന്നത്? ഇങ്ങനെ ബാക്കില്. ഇങ്ങനെ 24 മണിക്കൂർ നമ്മൾ സർവൈവ് ചെയ്യണം. 24 മണിക്കൂർ 12 മണിക്കൂർ. അയ്യോ, ഇനി കുറച്ചു നേരം ഞാൻ മുമ്പേ അടക്കട്ടെ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, സൈഡ് നീക്കി. സൈഡ് ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. ഇയാൾ ഈ സൈഡ് നീക്കി. 1 എണ്ണുമ്പോഴേക്കും റൈറ്റിലേക്ക്. റൈറ്റ് അല്ല, ലെഫ്റ്റ്. ഇത് റൈറ്റാ. എനിക്ക് ലെഫ്റ്റ് അല്ലേ? വെറും 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഒരുത്തന് ബാത്റൂമിൽ പോണം. മൂത്രം ഒഴിക്കണ്ട, അത് ഈ ചലഞ്ചിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലേ? അയ്യോ എടാ, മൂത്രമൊക്കെ പിന്നെ ഒഴിക്കാത്ത. അയ്യോ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വൃത്തികെട്ട സിറ്റുവേഷൻ വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇവിടെ പോവാ, പിന്നെ എനിക്ക് വാഷ്റൂം പോകണ്ടേ? ചുമ്മാ പറ്റിച്ച്. അങ്ങനെ ഇനി ഫുഡ് കഴിക്കാനുള്ള ടൈമാണ്. ഞാൻ കഴിക്കട്ടത്. പാത്രം പിടിയാ പോട്ടാ. ഇത് പിടി. എനിക്ക് മതി. നീ പാത്രം കഴിട്ടോ? പാത്രം കഴുകാൻ പറ്റത്തില്ല. എന്താ? നീ എന്റെ കൂടെ വരൂല്ലേ? ഞാനും വരാം. അയ്യോ എടാ, വരുന്നു ഞാൻ. വെള്ളം കുടിക്കണം, വാ. അയ്യോ, ഇത് കോമഡി ആണെന്ന് തോന്നുന്നില്ല, ഇത് ട്രാജഡി ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോ ഓൾറെഡി 1 മണിക്കൂർ കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരാളും കൂടെ ജോയിൻ ചെയ്യും. ഓൾറെഡി ഒരുത്തനെ കൊണ്ട് തന്നെ ഞാൻ കണക്കിനാണ് മാനേജ് ചെയ്തത്. അടുത്തതായിട്ട് ഞങ്ങളിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുടെ പേരാണ് കണ്ണൻ. ടൈം അപ്പ്. ഇനി നമുക്ക് ഒരാളെ കൂടെ ആഡ് ചെയ്യാം. പക്ഷെ ഇതിലേക്ക് കേറിയപ്പോ തന്നെ ഒരുത്തന് വീണ്ടും ബാത്റൂമിൽ പോണം. അയ്യോ, 10 മണി. എനിക്ക് വയറ് കുറയ്ക്കാനായിട്ടുള്ള എക്സസൈസ് സൂംബ ചെയ്യണ്ട. സൂംബ, എനിക്ക് വയറ് കുറയ്ക്കണം. സൂംബ. നമുക്ക് ഡാൻസ് കളിക്കാം. പാട്ട് വെച്ച് സൂംബ. നീയല്ലേ കളിക്കുന്നത്, ഞാൻ എന്തിനാണ് കളിക്കുന്നത്? ഇനി അത് നിങ്ങൾ എന്റെ കൂടെ തന്നെ ഉള്ളത്, അപ്പൊ നിങ്ങളും കളിക്കണം. സൂംബ കളിക്കണം എനിക്ക്. വെള്ളം കുടിച്ചിട്ട് വന്നാൽ നമുക്ക് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. ഇല്ല, ടിവി കണ്ടിട്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. വെള്ളം കുടിച്ചിട്ട് 5 മിനിറ്റ് ടിവി കണ്ടിട്ട് 5 മിനിറ്റ് റെസ്റ്റ് വെള്ളം കുടിച്ചിട്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. അതാ ടിവി കണ്ടിട്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വെള്ളം കുടിക്കാം. അത് മതി. ഓ, നിന്റെ ബുദ്ധി വിമാനം. ഞാൻ പറയുന്നത് വെള്ളം കുടിച്ചിട്ട് വന്ന് റെസ്റ്റ് എടുക്കാം. ഇല്ല, സമ്മതിക്കത്തില്ല. ആദർശ വിട്ടുകൊടുക്കരുത്. ടീപ്പോയി പിടിക്കും, തല പൊട്ടും, ആള് വരിക്കും. ക്യാമറാമാൻ മാറി. ഞങ്ങൾ ടീപ്പോയി പിടിക്കും, തല പൊട്ടും, ആള് വരിക്കും. തമാശ
ഗ്രൂപ്പ് കളിക്കുക. ഞാനിപ്പോ ചത്തുപോയത്. ഗ്രൂപ്പില്ല. അവനെ പുറകിലോട്ടാ. നമുക്ക് രണ്ടുപേർക്കും മാത്രം TV. എനിക്കൊന്നും കേൾക്കത്തുമില്ല. ഞാൻ പൊട്ടനാണ്. എന്നാ അവന്റെ റിമോട്ട് മേടിക്കാതെ. അതല്ല ഞാൻ റിമോട്ട് എടുത്ത് റിമോട്ട് എന്ത് ചെയ്യും? ഇരിക്കില്ല. ഏതെങ്കിലും 3 ഫ്രണ്ട്സ് നേരിട്ട് കണ്ടാല് ആദ്യം ചോദിക്കുന്നത് ഒരു ചായ കുടിക്കാൻ പോയാലോ എന്നാണ്. എടാ നമുക്ക് ചായ കുടിക്കാൻ പോയാലോ? എങ്ങനെ പോകും? ബൈക്കേ പോ. നടന്നു പോയപ്പോരെ? അല്ല കൈയിട്ടടിച്ചാ ഹെലികോപ്റ്റർ ആണെന്ന് പറഞ്ഞു പോകത്തില്ല നമ്മള്. കാറേ നടക്കത്തൊന്നുമില്ല. 3 പേരെങ്ങനെ കാറേ കയറാം? എന്റെ ഒരു വണ്ടിയുണ്ട്. ഒരു കാറ് 5 പേര് കയറും. എന്റെ ഒരു വണ്ടിയുണ്ട്. 3 പേര് വണ്ടി കൊണ്ട് അതാ കൈ ഇരുന്നോട്ടെ. എന്റെ ഒരു വണ്ടി ഞാൻ ഇപ്പോൾ വിളിക്കാം. നിന്റെ കൈ ഇരുന്നോട്ടെ. എന്നാ വണ്ടിയാ? എന്റെ ഒരു വണ്ടിയുണ്ട്. എന്നാ വണ്ടിയാ? മെഴ്സിഡസ് ബെൻസ്. മെഴ്സിഡസ് ബെൻസ്. 3 വീലുള്ള മെഴ്സിഡസ് ബെൻസ്. ആ ചേട്ടാ ഇവിടം വരെ ഒന്ന് വരാമോ? ഓട്ടോ ചേട്ടൻ ഇപ്പൊ വരും. ചേട്ടൻ ഇപ്പൊ വരും. മറ്റേ നമ്മുടെ ചേട്ടൻ ഇപ്പൊ വരും. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കാം. പയ്യേക്ക് ആദ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. പ്രായം തളർത്താത്ത മനോഭാവമാണ് നമ്മളെ ഓരോരുത്തരെയും വിജയത്തിൽ എത്തിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് തുറക്കണ്ട. ആദ്യം ഞാൻ ഇറങ്ങാം. ആദ്യം സൈസ് ഞാൻ ഇറങ്ങാം. ആദ്യം ഏറ്റവും സൈസ് ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിങ്ങനെ അലമ്പുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മള് ഈ കാര്യം സക്സസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഓരോരുത്തരും വെച്ച് ഇറങ്ങണം. അങ്ങനെയാണെങ്കിൽ ആദ്യമേ ഞാൻ ഇറങ്ങാം. കഥ പറഞ്ഞ പോരും. ഇത് 2 കളവായിരുന്നല്ലേ എപ്പോഴും അങ്ങനെ. ഇത്ര നേരം നമ്മൾ ആലമ്പി. മണ്ടന്മാര്. ഇത്ര നേരം നമ്മൾ ആലമ്പി. പക്ഷെ ഇനി പബ്ലിക്കിലോട്ട് ഇറങ്ങുമ്പോ എന്നെ അപകടം പറ്റും. അതെ, ഒന്നിച്ച് നിന്ന് മര്യാദക്ക് ആലോചിച്ചും കണ്ടും തീരും. അതായത് നമ്മൾ പബ്ലിക് ന്യൂസൻസ് ആവരുത് എന്നല്ല ഉദ്ദേശിച്ചത്. ഓൾറെഡി ആണ്. കൂട്ടരുത്. ഓക്കെ. അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിക്കാൻ പോകുന്നത് നമ്മൾ പുറത്താ പോകുന്നത്. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും. പക്ഷെ നമ്മൾ തളരരുത്. നമ്മൾ എന്നും ഒറ്റക്കെട്ടാടാ. അയ്യോ ഒറ്റക്കെട്ടാടാ. കേട്ടോ, ഒറ്റക്കെട്ടാണ്. ഈ വയസ്സാകാലത്ത് നിനക്ക് എന്തിന്റെ അസുഖം? ഞാൻ എന്നെ ഒന്ന് നേരെ നിർത്തടാ. നേരെ അയ്യോ ഇവന് വയ്യാടാ. ഇവന് കുടിക്കാൻ പോണ്ടേ? 19 വയസ്സായി കളവൻ. എന്നിട്ട് അവന്റെ ഇത് കണ്ടില്ലേ പ്രായത്തിന് ഏത്? എന്നാ ഈ വായി വെച്ചാ നീ ഒന്ന് എടുത്തിട്ട് പോടാ പുല്ലേ. ഇതിന് മണമുണ്ടോ? പോടാ വൃത്തികെട്ടവനെ. എനിക്ക് ഏറ്റവും ഇറിറ്റേഷൻ ഉള്ള ഒരു മനുഷ്യൻ ഈ മഞ്ഞിട്ടവനാ. ഈ വൃത്തികെട്ടവനോട് ഇത്ര മണിക്കൂർ ഒട്ടിപ്പിടിച്ചിരിക്കണം ഞാൻ വിചാരിച്ചു. 5 മിനിറ്റ് ചിലക്കാതെ നിൽക്കാതെ വേണമെങ്കിൽ ചലഞ്ച് ക്വിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ചലഞ്ച് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാനൊക്കെ പറ്റും. 10,000 രൂപ ഇങ്ങോട്ട് വന്നാൽ ക്വിറ്റ് ചെയ്യാം. കുറ്റിയല്ല, ക്വിറ്റ് ചെയ്യാം. 10,000 രൂപ 10,000 രൂപ എനിക്ക് തരണം. നിന്നെ മൊത്തത്തിൽ വിറ്റാ കിട്ടത്തില്ലോ 10,000 രൂപ. നമ്മൾ ഈ ഫ്രണ്ട്സ് കൂടുമ്പോ തെറി വിളിക്കുന്നൊക്കെ പതിവാ. പക്ഷെ പബ്ലിക്കിലോട്ട് ഇറങ്ങുക മിണ്ടാതിരിക്കണം. പ്രത്യേകിച്ച് നിന്നോട് ഈ പുറത്തുള്ളവനോട് ചോദിച്ചു കേട്ടാ. അങ്ങനെ ലോഡ് കയറ്റുന്നത് പോലെ ഞങ്ങൾ എല്ലാവരും കൂടെ ഓട്ടോയിൽ കയറ്റി. അത് ജേർണി ബിഗിൻസ്. നമ്മൾ ഇങ്ങനെ ഒരു സാധനം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ലല്ലേ. എന്ത് ഭംഗിയല്ലോ നമ്മുടെ നാട്. ഈ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് എന്റെ സോഷ്യൽ ആങ്സൈറ്റി പുറത്തേക്ക് ചാടിയത്. കാരണം ഇങ്ങനെ ലോകത്താരും ചായ കുടിക്കാൻ പോയത് ആരും കണ്ടു കാണത്തില്ല. അങ്ങനെ ഒരു കണക്കിന് ചായക്കട എത്തി. ചായക്കടയിലുള്ള ചേട്ടന്മാർ ഓൾറെഡി വിചാരിച്ചാണ് ഉമാർക്ക് വട്ടാണെന്ന്. ഞാൻ ചായ. നിനക്കെന്നാ വേണ്ടേ? എനിക്ക് ബൂസ്റ്റ്. നിനക്കോ? ഓക്കെ വാ, ഒരു ചായ 2 ബൂസ്റ്റ്. ഇനി ഈ ഒരു ചാലഞ്ചിന്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് പറയാം. ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വെറും 5 മിനിറ്റ് ഒരു സ്ട്രേഞ്ചർ കൂടെ വരുവാണെങ്കിൽ വരുന്നയാൾക്ക് 1000 രൂപ ക്യാഷ് പ്രൈസ് കിട്ടും. ഞാൻ നോക്കുമ്പോ എന്റെ ഫ്രണ്ട് പ്രണവ് ഇതിലേക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി. പക്ഷെ ചോദിച്ചിട്ട് ആരും ഇൻട്രസ്റ്റ് കാണിച്ചില്ല. ചേട്ടൻ ചെയ്യുന്നോ? 5 മിനിറ്റ് അവരുടെ കൂടെ ആ ടേപ്പ് ഒട്ടിച്ച് കൂടെ നിൽക്കുവാണ്. സർവൈവ് ചെയ്യുകയാണെങ്കിൽ 1000 രൂപ കിട്ടും. ലാസ്റ്റ് ഒരു അപ്പൂപ്പൻ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. ചേട്ടനെ കൊണ്ട് സാധിക്കും. ചേട്ടനെ കൊണ്ടേ പറ്റൂ. ഇതുപോലെ ഭയങ്കര സിമ്പിൾ. നമ്മൾ ചെറുപ്പക്കാരല്ലേ. ചേർന്ന് ഒട്ടിച്ചൊട്ടിച്ച് നിന്നോ. ചേട്ടന്റെ പേരെന്താ? എങ്ങനെയാ? മുത്തു. എവിടെയാ സ്ഥലം? എവിടെയാ? തല ഇപ്പൊ ഇവിടെ നിൽക്കൂല്ലേ? ഹായ് ചേട്ടാ, ഒരു കായ് പറ. ഹായ്. ഇവിടെ
ഹായ്. ഹായ്. വേറെ എന്നോണ്ട് വിശേഷം? സുഖാണോ? നാടെവിടെയാ? തെങ്കാശി ഞാൻ 2 തവണ വന്നിട്ടുണ്ട്. അടിപൊളി സ്ഥലം. ഇവൻ ഊര് തെങ്കാശി. പറവായില്ലേ? അങ്ങനെ വെറും 5 മിനിറ്റ് കൊണ്ട് 1000 രൂപ ക്യാഷ് പ്രൈസ് മേടിച്ചു. അങ്ങനെ അപ്പൂപ്പന് ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. ചേട്ടനെ ഇറക്കി വിട്ടു. ചേട്ടനെ അയച്ചു വിട്ടു. പാവം. ഹാപ്പി അല്ലേ? കാപ്പിയല്ല, ഹാപ്പി. ഇറ്റ്സ് അവർ 3. എനിക്കും കണ്ണനും ജിമ്മിൽ പോകാൻ ടൈം പോയി. അയ്യോ, എനിക്ക് സമയമായി. ജിമ്മിൽ പോകാനായിട്ട് സമയമായി. നമുക്ക് ജിമ്മിൽ പോകാൻ സമയമായി. ശരിയാണല്ലോ, നമുക്ക് ജിമ്മിൽ പോകാൻ സമയം. നമുക്കൊന്ന് ജിമ്മിൽ പോയാലോ? വാ ജിമ്മിൽ പോവാം. നീ ജിമ്മിൽ വരണം. നീ ജിമ്മിൽ വാ. ജിമ്മിൽ വാ. നീ പുറകെ ഇരുന്നോ? വാ. നിന്നെ വർക്കൗട്ട് ചെയ്യിപ്പിക്കാം. ചായ കുടിച്ചപ്പോ 40 കലോറീസ് കയറി. അത് ഇനി നമ്മൾ ഇറക്കണം. കലോറീസ് ടെക്നിക്കൽ ടൈം അറിയത്തില്ലേ? നീയൊക്കെ ജിമ്മ് കണ്ടിട്ടുണ്ടോ? അവിടെ ജിമ്മിന്റെ സ്പെല്ലിംഗ് അറിയാവോ നിനക്ക്? ഒന്ന് പറഞ്ഞേ. നീ പറഞ്ഞേ. JIM. അങ്ങനെ ആ വഴി നേരെ ഞങ്ങൾ ജിമ്മിലേക്ക് പോയി. ജിമ്മിലെത്തിയപ്പോൾ 1 മണിക്കൂറും കൂടെ പാസ് ചെയ്തു. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ ഞങ്ങൾ ഇന്ന് ടോട്ടൽ 5 പേരുണ്ട്. ഇതാണ് ഞങ്ങൾ ആശാൻ. പക്ഷെ എന്റെ ആശാൻ ഇതൊന്നും പ്രശ്നമല്ല. ഞങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. പിന്നെ പണിയെടുക്കാതെ പണി നടക്കത്തില്ല. ആശാൻ എല്ലാവർക്കും ഓരോ വർക്കൗട്ടും തന്നു. നീ എടുക്ക. ആദ്യമേ എടുക്ക്. കേറി വാ. ഒരുത്തനെ എടുക്കട്ടെ. കേറി വന്നെടുക്ക. ആ 15 നമ്പർ വെച്ച് 30 സെക്കൻഡ് റെസ്റ്റ്. ഒരെണ്ണം ചെയ്തിട്ട് 30 സെക്കൻഡ് റെസ്റ്റ്. ചെയ്തു പിന്നെ ഞാൻ 15 ചെയ്തു. നിങ്ങൾ എങ്ങനെ സ്കോട്ട് ചെയ്യുമെന്ന് നോക്കിയാലോ. ഇതും പിടിച്ചോണ്ട് സ്കോട്ട് ചെയ്യാൻ പറ്റുമോ? സൂപ്പർ. അത് നല്ല ഐഡിയ. ആ കാല് കയറ്റി വെക്കുക. എല്ലാരും ചാരി വെക്കുന്നുണ്ട്. കാല് കയറ്റി വെച്ച് എല്ലാരും ഫ്രണ്ടോട്ട് കയറി നിന്നിട്ട് ബോഡി ചാരി വെക്കും. എന്നിട്ട് സ്കോട്ട് ചെയ്ത് നോക്കി. ചാരി എല്ലാരും പുറം മുട്ടിച്ച് ഒരേപോലെ സ്കോട്ട് ചെയ്യണേ. 1 2 3. ആ വാ കൊള്ളാം. കൊള്ളാം. ഓക്കെ 3 കേറി ഓ 4 അടി 15 എണ്ണം പോണം. ആ കാല് കയറ്റി വെക്ക്. ആംഗിളൊക്കെ മുട്ടി വെക്കട്ടെ. പോടെ ഇല്ല വീഴത്തില്ല. പോടെ അങ്ങനെ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് കുറച്ച് മസിലൊക്കെ ബിൽഡ് ചെയ്ത് നേരെ പോയത് ഒരു പിക്നിക്കിനാണ്. മുട്ടിയോ? ഇപ്പൊ ടോട്ടൽ 6 പേരുണ്ട്. 6 പേര്. കറങ്ങി ഗൂഗിളിലെ ഡ്രൈവർ. ഇനി നീയൊക്കെ കാല ചവിട്ടോടാ. ഇപ്പൊ മുന്നോട്ട് പോവില്ല. ഇപ്പൊ എന്നെ പ്രശ്നം എന്നാ? പിന്നാലെ അതന്നെയാണോ നിനക്ക് മാത്രം വലിച്ചു പൊട്ടിച്ചോണ്ട് പോട്ട്? നീ എന്താ ഈ ബ്ലൗസ് ഒക്കെ ഇട്ടിരിക്കുന്നേ? നമുക്ക് എക്സ്ട്രാ 3 പേരെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഹായ് പറഞ്ഞു. ഹായ് അവന് ഹായ് നടക്കാൻ പറ്റുന്നില്ല. നടുവൽക്കലത്ത് പ്രായമായിട്ടുള്ളവരെല്ലാം നമ്മളിന്ന് പ്രൂവ് ചെയ്തത് ഒരുമിച്ച് നിന്നാല് എന്ത് പോസിബിൾ ആണെന്നുള്ള സാധനമാണ്. അല്ലല്ല, സാധാരണ ചെയ്യുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ എനിക്ക് കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. അപ്പൊ ഇത് എന്റെ ഒരു ജീവിതത്തിന് ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കൂട്ടും. കാരണം മിണ്ടാടാ ഇതുപോലെയുള്ളവന്മാരുടെ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരുന്നത് ഭയങ്കര. അപ്പൊ ഇത്ര നേരം വാച്ച് ചെയ്യുന്നതിന് വളരെയധികം നന്ദി. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. Until then, bye bye.
എടാ ഏന്ന് പറയടാ എന്തുവാടാ എന്ന് പറ കൈ വെക്ക്